ജീവിതത്തിൽ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടുകയും നമ്മളെ തന്നെ തരം താഴ്ത്തി കാണുകയും ചെയ്യുന്ന നിമിഷങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ യേശു നിങ്ങളെയും എന്നെയും വിളിക്കുന്നത് താരതമ്യങ്ങളിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ പാതയിലേക്കാണ്. മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടാതെ യേശുവിനെ അനുഗമിക്കാൻ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷ വിചിന്തന വിഷയം. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പിതാവായ ദൈവം തന്നെ അവർക്ക് കൊടുക്കുന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ പ്രതി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുറന്ന മനസ്സോടെ നമുക്കും സാധിക്കും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുക. നമ്മളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പദ്ധതി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്നും നമ്മുടെ വഴി വേറെ വഴിയാണെന്നും യേശു വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും ദൈവം നന്മയാക്കി മാറ്റുമെന്ന് വിശ്വസിച്ച്, നിറവുകളാക്കി മാറ്റുമെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ ഈ വചനഭാഗം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. പ്രിയ ദൈവജനമേ, യേശുക്രിസ്തു തൻ്റെ ഓരോ മക്കൾക്കും നൽകിയിരിക്കുന്നത് വ്യത്യസ്തമായ ദൗത്യങ്ങളും സാഹചര്യങ്ങളുമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അസൂയയോടെ നോക്കാതെ നമ്മുടെ സ്വന്തം വിളി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നാം ഓരോരുത്തരും പഠിക്കണം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നിരാശകൾ താനെ മാറിപ്പോകും. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന യാത്രയിൽ നമ്മൾ ഒരിക്കലും തനിച്ചല്ല എന്ന വലിയ പ്രത്യാശ ഈ വചനഭാഗം നമ്മൾക്ക് നൽകുന്നു. ദിവസവും അവിടുത്തെ വചനത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് അത് വലിയ ഊർജം പകർന്നു നൽകും. കർത്താവായ യേശുവിൻ്റെ ഈ സ്നേഹയാത്രയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഇതിൻ്റെ ആംഗലേയ വിവരണം കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.